ഹലോ ഗൈസ്, ഇന്ന് കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. വേറെ ഞാൻ തന്നെ ടടാട്ടണേ. അപ്പം ഇന്ന് സംഭവം പറയാനുള്ളത് ഭയങ്കര സാഡായിട്ടുള്ള സ്റ്റോറിയാണ്. എൻ്റെ ലൈഫിൽ നടന്ന ഒരുമാതിരി വൃത്തികെട്ട ചില ബാഡ് സ്റ്റോറിയാണ്. എനിക്കത് സാഡാണ്. സംഭവം എന്താ വെച്ചെങ്കിൽ ഞാൻ 5 കഴിഞ്ഞ് 6ഉം 7ഉം 2 വർഷം ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഞാനിതിന് മുമ്പ് ഇത്ത വീഡിയോയിൽ അതിൻ്റെ കുറച്ച് സ്റ്റോറികൾ പറഞ്ഞിട്ടുണ്ട്. അത് പോയി ആദ്യം കാണും. അപ്പോൾ ഇപ്പം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കൂളിലേക്ക് പോവാണ്. അവിടുന്ന് രാവിലെ കുളിച്ച് പറഞ്ഞിട്ടൊക്കെ ഭയങ്കര കോമഡിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നമ്മൾ കുറച്ചുകൂടി ചെറുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സുബഹിസ്കരിച്ചിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങും. പിന്നെയൊക്കെ ഭയങ്കര ലേറ്റായിട്ടൊക്കെ എണീക്കുക. അപ്പോഴത്തേനും വണ്ടി അവിടെ വെയിറ്റിങ്ങിലേക്കും. വണ്ടി ഇങ്ങനെ ഓണടിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും നമ്മൾ കുളിച്ചാൻ വേണ്ടേ, തലയിൽ എണ്ണ വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. അതുകൊണ്ട് ഇത് കേൾക്കാതെക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. അത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാളും ഒരു സ്കൂളിലും ബ്ലൂടൂത്താണ്. ഞാൻ അറിയാണ്ട് ഓഫായോ? Power on. You've plugged into Nirvana. Bluetooth mode. Adios, amigo. Powering off. അറിയോ അടുത്തുണ്ടോ എന്തോ ചോദിക്കണ്ടോ അയാൾ. ഓക്കെ, എന്നിട്ട് എന്താണെന്നറിയോ, എന്നിട്ട് എന്താ പറയുക, ഞാനെൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്. ഏകദേശം ഞാനും ഓളൊക്കെ കാണാൻ ഒരുപോലെയാണ്. ഞാൻ ഒരേ ക്ലാസ്സിൽ തന്നെയാണ്, 6ാം ക്ലാസ്സിൽ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും വേറെ സ്കൂളിലും ബാക്കിയുള്ള അത്രയും മക്കൾ, ആ ഹോസ്റ്റലിലുള്ള അത്രയും മക്കൾ വേറൊരു സ്കൂളിലും അങ്ങനെയാണ്. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും എന്താ പറയുക, ഞങ്ങൾ രണ്ടാൾക്കും വേണ്ടിയിട്ട് വേറൊരു വണ്ടി വരും. ആ സ്കൂളിലെ ഒരു വണ്ടി വരും. അവിടെ ഓൾറെഡി കുട്ടികളെ വണ്ടിയിലൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഞങ്ങളിങ്ങനെ കീ ഓണടിക്കും. ഞങ്ങളൊന്നും മാറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ കുളിച്ചാൻ പോണ സമയത്ത് ചിലപ്പം എന്താ പറയുക, ബാത്റൂമൊക്കെ ഫില്ലായിരിക്കും. വേറെ മക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഹോസ്റ്റലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ ഓരോരുത്തരെ പിടിക്കില്ല. രാവിലെ എണീച്ചിട്ട് ഈ ബാത്റൂമിൽ ഫസ്റ്റ് ഞാൻ നിസ്കാർ റൂമിൽ നിന്നാണ് പിടിക്കാം. ഈ രണ്ടാമത്തെ ബാത്റൂമിൽ ഫസ്റ്റ് ഞാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ഓരോരുത്തർ ചോദിക്കും ഈ ബാത്റൂമിൽ ആരാ ലാസ്റ്റ് പിടിച്ചത്. അപ്പോൾ ഓല് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടോ നോക്കും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ കുളിക്കാനൊക്കെ ആയിട്ട് പിടിക്കല്. പിന്നെ മറ്റാവശ്യത്തിന് നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതായത് നമ്മളെ പിടിക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ അത്. ഓക്കെ, അത് വിടും. എന്നിട്ട് നമ്മളെന്താകുന്നതായോ, നമ്മൾ കുളിച്ചാൻ പോകുമ്പോൾ ഈ ഓണടിക്കേക്കും. അപ്പം എന്തായോ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വരാന്തേന്ന് എന്താക്കും, ആ ബക്കറ്റ് അങ്ങോട്ട് കമത്തും മേത്തേക്ക്. ഡ്രസ്സൊക്കെ ഉണ്ടാവും, ഡ്രസ്സൊക്കെ നനയും. എന്നിട്ടൊരു തലയിൽ എന്താ പറയുക തോർത്തുകൊണ്ട് ചുറ്റിയിട്ട് ബാഗിലൊക്കെ എടുത്തിട്ട് ഒരൊറ്റ മണ്ടല. ഞാനൊക്കെ തലയിൽ തോർത്തുകൊണ്ട് അങ്ങനെ വെച്ച് ഞാൻ പോയിട്ട് എന്താ പറയുക പാടെടുത്തോട്ട് വെക്കുമ്പോൾ ഇങ്ങനെ തുടക്കണത്. എന്നിട്ട് ആ തോർത്തുകൊണ്ട് ബാഗിലിട്ടിട്ട് ജസ്റ്റ് മുടിയൊക്കെ കെട്ടി ഇങ്ങോട്ട് പോരും. അത് കാരണം ഈ ടൈമില്ല, നമ്മൾ കുറച്ച് നേരത്തെ എണീച്ചാൽ മതി. പക്ഷെ നമുക്ക് ഭയങ്കര മടിയൊക്കെ അല്ലേ. അപ്പം അതല്ല സാഡ് സ്റ്റോറി. ഇതൊക്കെ ജസ്റ്റ് ഒരു കോമഡി മെമ്മറി കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഓർക്കാൻ പറ്റിയൊക്കെ നല്ലൊരു മൊമെന്റ്സ് ഒക്കെയാണ്. അതല്ല സംഭവം എന്താ വെച്ചെങ്കിൽ, ഈ വണ്ടിയിലുള്ളതല്ലേ, ആ വണ്ടിയിലുള്ള ആ വൃത്തികെട്ട കുട്ടികളുണ്ട് കുറച്ചെണ്ണം. എനിക്കിഷ്ടമല്ല. എനിക്ക് ഐറ്റങ്ങൾ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ചിലപ്പോൾ ഞാൻ പ്രതികരിച്ചെന്നൊക്കെ വരും. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വണ്ടി പോകുമ്പോഴേ നമ്മൾ ഓട്ടോറിക്ഷയിൽ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ബാക്കിലല്ലേ ഇരിക്കണേ. ബാക്കിലിരിക്കാനും പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ജസ്റ്റ് പലക വെച്ചിട്ട് ഒരു ചെറിയൊരു സീറ്റും സെറ്റപ്പ് ചെയ്തതാണ്. അപ്പോൾ ആ സീറ്റിൽ ഇരിക്കണ ആ ഒരു എന്തായാലും കംഫർട്ട് ആ പലകയിൽ കിട്ടില്ല. അധികം വീതി ഉണ്ടാവില്ല. പിന്നെ പലകയാണ്, കുറച്ചേരം ഇരിക്കുമ്പോൾ നമുക്ക് വേദന ഒക്കെ എടുക്കും. അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ എപ്പോഴും ആ പലകമല ഇരിക്കുക. നമുക്ക് ആ സീറ്റ് കിട്ടലേ അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐറ്റിങ്ങൾ കുറച്ച് റൂഡാണ്. അതിലുള്ള കുറേ മക്കളൊക്കെ കുറച്ചൊരു റൂഡായിട്ടാണ്. എന്നാലും ഉണ്ട് കേട്ടോ, കുറച്ച് നല്ല മക്കളുണ്ട്. പക്ഷെ കുറച്ച് 2-3 ജന്തുക്കളുണ്ടായില്ലേ. എന്നിട്ട് കുറച്ച് റൂഡായിട്ട് ഞങ്ങളോട് പെരുമാറുക. എന്താണെന്നറിയില്ല. എന്നിട്ട് ഞാനും ഓടുന്ന വെച്ചെങ്കിൽ കുറച്ച് തടിയുണ്ട് ഇനി ആ ടൈമിന്. എന്നിട്ട് അവിടെ തന്നെ ഇരുത്തും. എന്നിട്ട് ഞങ്ങൾക്കാണെങ്കിൽ വേദന എടുക്കും. എന്നാലും തിക്കി ഇങ്ങനെ ഇരിക്കും. പിന്നെ എന്ന് വെച്ചെങ്കിൽ ആ ഓട്ടോറിക്ഷ മാമനെ എന്താ പറയുക, എപ്പോഴും തല്ലുപിടിക്കും. ഇവലെന്നെ തല്ലുപിടിക്കുന്നതാണ്. എന്തിനാന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇറങ്ങണ സീറ്റില്ല, ഓട്ടോറിക്ഷൻ്റെ ഇറങ്ങണ ഭാഗം, ആ ഇറങ്ങണ ഭാഗത്ത് ഇരിക്കാനും വേണ്ടിയിട്ട് ഡെയിലി തല്ല. എന്നിട്ട് ഈ ഓട്ടോറിക്ഷ മാമൻ എന്താക്കി ഇങ്ങനെ ആക്കി. അതായത് ഓരോ ദിവസം ഇന്നാളെന്നും പറഞ്ഞിട്ട് ഓരോ ദിവസം ഓരോരുത്തർക്ക് പറഞ്ഞു ഇന്നാൾ കഴിഞ്ഞിട്ട് ഇന്നാളെന്നും പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് വെച്ച്
ഇതിങ്ങനെ നീണ്ടു പോവാന്നല്ലാണ്ട് ഞങ്ങളെ ടൈം വരും, എനിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനുള്ള ആ ഒരു ടൈം വരുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്താൽ അവർ തരൂല, എന്ത് ചെയ്താൽ ഞങ്ങൾക്ക് തരൂല, മാറി മാറി ഇരിക്കും. നമ്മൾ ചോദിച്ചില്ല കേട്ടോ, നമുക്ക് എവിടെ ഇരുന്നാൽ മതി എന്നുള്ള ഒരു മൈൻഡ് ചെയ്യും. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെയല്ല ഞാൻ കുറച്ചുകൂടിയും എന്താ പറയുക, ന്യായങ്ങളൊക്കെ എടുത്ത് ചോദിക്കുന്ന ആളല്ലേ, തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലേ. ഞാൻ ഓരോട് പറഞ്ഞ് ഇത് ഇന്നെൻ്റെ ദിവസമാണ്, ഞാനിതുവരെ ഇരുന്നിട്ടില്ല, എനിക്ക് എന്തായാലും ഇരിക്കണം എന്ന് പറഞ്ഞു. അവൾക്ക് പിന്നെ അവള് കുറച്ചുകൂടിയും പാവേനെ കൊണ്ട് ഓളൊന്നും മിണ്ടിയില്ല. ഇല്ല അതൊക്കെ അടച്ച എന്നിട്ട് അടച്ചേക്ക് മീൻകുട്ടിക്കോളാം. എന്നിട്ടില്ലേ എന്താക്കിയെന്ന് അറിയാമല്ലേ, ഞാൻ ഓർഷമാവനോട് പറഞ്ഞു, എന്താ പറയുക, ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഇരുന്നിട്ടില്ലേ, അമ്മക്ക് ഇരിക്കണം, അവൾക്ക് മാത്രം ഇരുന്നാൽ മതി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം നമ്മൾ മാത്രമായിട്ട്, മക്കൾ മാത്രമായിട്ട് ഒച്ചെടുത്ത് കഴിഞ്ഞാൽ ഓല് വെറുതെ ഇന്നെ അടിച്ച് അമർത്തുള്ളൂ. പക്ഷെ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞ ഓള് ഇരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് ഇന്നെ ഇരുത്തി, ആ ബാക്കിലുള്ള ആ സീറ്റിൻ്റെ ആ സൈഡിലേക്ക് ഇന്നെ ഇരുത്തി. പറഞ്ഞപ്പോഴാണ് രാത്രിക്ക് മോതിരം ഊരി വെച്ചിട്ട് മോതിരം ഇടാൻ മറന്നുപോയി, ഇപ്പോഴൊക്കെ കാണുന്നത്. എന്നിട്ടില്ലേ ഒരു മോതിരം എടുത്ത് താഴെ പോയി തോന്നുന്നു, താഴെ പോയി. എന്നിട്ടില്ലേ എന്താ പറയുക, എന്തിട്ട് പറഞ്ഞു, എന്നിട്ട് ഞാൻ അറ്റത്തിരിക്കുക, ഫോൺ ചെയ്തിട്ടുണ്ടോ, ഞാൻ ഈ ഇതിൻ്റെ ഇതിട്ടിട്ടോണ്ടിരിക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ അറ്റത്തിരിക്കണ സമയത്തില്ലേ ഇവരെന്താ പറയുക കാട്ടിയത്, ഇവർക്കപ്പോൾ ദേഷ്യം, ഞാനിരുന്നതിൻ്റെ ദേഷ്യം. എന്നിട്ട് ആ ജന്തുക്കൾ ഇന്നെ എന്താ പറയുക കാട്ടിക്കുക, ഐറ്റങ്ങൾ ഉന്തിക്കന്നെ. ഞാൻ ഇരിക്കല്ലേ, ആ അറ്റുള്ള ആൾ മുതൽ ഇവിടെ ഞാൻ എൻ്റെ സൈഡിലേക്ക് വരുന്ന ആൾ വരെ ഇങ്ങനെ അമർത്തിക്കുക, അവിടെ നിന്ന് ഇങ്ങനെ ഓല് ബേക്കിൽ ഇങ്ങനെ കാലൊക്കെ ചവിട്ടിയിട്ട് ഇന്നെ നീട്ടി അമർത്തിക്കുക, എല്ലാവരും പാടെ അമർത്തിയിട്ട് എനിക്കിവിടെ ഇങ്ങനെ തുട വേദന എടുക്കണം. ആ തുടൻ്റെ അവിടെ അതായത് നമ്മൾ ഇരിക്കണ ആ സൈഡിൽ കമ്പിൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ ജസ്റ്റ് ഒരു എന്തോ സ്ക്രൂ എന്തോ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ എനിക്ക് കുത്തിക്കൊണ്ടിട്ട് എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് നല്ല വേദന എടുത്തിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് തള്ളാനൊക്കെ നോക്കി, പക്ഷെ ഞാൻ ഒറ്റക്കല്ലേ, എനിക്ക് ഒറ്റക്ക് ആക്ക വരൂലല്ലോ. എന്നിട്ട് ഇതിൽ നല്ല ഉന്തല് എനിക്ക് വേദന എടുക്കണ്ടേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് നീച്ചു പോയാൽ മതി, പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇനി അമ്മക്കും ഇരിക്കൊന്നും വേണ്ടേ, ഓൾക്ക് എപ്പോഴും മാത്രം ഇരുന്നാൽ മതിയോ. അങ്ങനെ ഞാൻ ഇരുന്നു, എന്നിട്ട് അമർത്തി നല്ല. എന്നിട്ട് എനിക്ക് കയ്യ് ഞാൻ വെച്ച്, അതായത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഞാൻ കയ്യ് വെക്കുക, ഇവിടെ ഇങ്ങനെ കയ്യ് വെച്ചിട്ട് ഞാൻ കാരണം എനിക്ക് കൈ ഞാൻ അമർത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറ്റി. കാരണം എനിക്ക് നല്ല വേദന എടുത്തു, തൊടാന്ന് പറയാൻ പറ്റില്ല, നമ്മളെ മുട്ടിൻ്റെ ഈ ഇവിടെ വരുന്ന ഭാഗമല്ലേ. എന്നിട്ട് എനിക്ക് നല്ല വേദന എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ പാടുമായി. എന്നിട്ട് ഞാൻ കൈ വെച്ച് എന്നിട്ട് പോലെ അമർത്തുക. എന്നിട്ട് എനിക്ക് കയ്യും വേദന എടുക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഞാൻ കരഞ്ഞോ ഇല്ല എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്നിട്ട് ഏതായാലും ഓല് ഇതാക്കിയൊന്നുമില്ല. എന്നിട്ട് വേറൊരു സംഭവം ഉണ്ടായി, എന്താ അറിയോ, ഈ എന്താ പറയുക വൃത്തികെട്ട കുട്ടികളില്ലേ ഐറ്റിങ്ങൾ, എനിക്ക് ഐറ്റിങ്ങൾ മുഖം തന്നെ കാണുമ്പോൾ ദേഷ്യമാണ്. ഐറ്റിങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണോ എന്തോ. എന്നിട്ട് ഞാൻ ഒരു ദിവസം നിൻ്റെ മുടി ഞാൻ ഇവിടെ വരെ മുറിച്ച് തരുവേന്, വീട്ടിൽ നിന്നും ഇവിടെ മുറിച്ച് തരുവേന്. എന്നിട്ട് നല്ല കേളി ഹെയറുമാണ്, പിന്നെ ഭയങ്കര തിക്കുണ്ട്, ഭയങ്കര ഉള്ളും ഉണ്ടേന്, അതിനനുസരിച്ചുള്ള പേനും ഉണ്ട്. അതുകൊണ്ട് എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റൂല, കാരണം ഞാൻ പറ്റണില്ലേനി, ഞാൻ കുറച്ചുകൂടി ചെറുതും കൂടി ആയതുകൊണ്ട് എന്താ പറയുക, എനിക്കിത് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എനിക്ക് ഇവിടെ മുറിച്ച് തരും. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് കെട്ടാൻ അങ്ങനെ എന്തിനോ പറ്റുള്ളൂ. എന്നിട്ട് അന്ന് വെച്ചെങ്കിൽ മുടി കുറവാണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവം ഭയങ്കര എന്തൊക്കെയോ നാണക്കേട് പോലെയൊക്കെ. എന്നാലും നമ്മൾ ഷാളിട്ടാണ് നടക്കുക, അത് പുറത്ത് കാട്ടിയല്ല നടക്കണേ, നമ്മൾ മഫ്തിട്ടിട്ടാണ് പോണത്. എന്നിട്ട് ഞാൻ വണ്ടിയിലിരിക്കുന്ന സമയത്ത് ഒരുത്തന് എന്നോട് ഇങ്ങനെ കൊത്തൂടുക, അങ്ങനെ തൊള്ളോണ്ട് ഇങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്തോ പറയുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ഇവൻ എൻ്റെ മഫ്ത ഊരിക്കുക, എൻ്റെ മഫ്ത ഇങ്ങനെ പിടിച്ചങ്ങോട്ട് ഊരിയിട്ട് കളിയാക്കാൻ തുടങ്ങിയേക്ക. അയ്യേ കുറച്ച് മുടിയുള്ള ഓനക്ക് അത്ര പോലും മുടിയില്ല, ഓല മുടിയൊക്കെ പറ്റല്ലേ. എന്നിട്ട് മുടി അത്രേ ഉള്ളൂ, കാരണം അതിൽ ഒരു കുറച്ച് അത്യാവശ്യം ഇറക്കമുള്ള അത്യാവശ്യം നീളം മുടിയുള്ള ഒരു പെൺകുട്ടി ഉണ്ട്. ഓളൊക്കെ ഭയങ്കര കളിയാക്കല് ഭയങ്കര ചിരിച്ചിൻ്റെ പൊന്നോ. എന്നിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അന്നെൻ്റെ ബർത്ത്ഡേന് മുട്ടായും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളെ ഹോസ്റ്റലിലല്ലേ, അതുകൊണ്ട് മുട്ടായി കൊടുക്കാൻ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി. വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായി. അങ്ങനെ നാണം കെടുത്താന്നുള്ള ഒരു സെറ്റപ്പിലേക്കൊക്കെ ആയി അന്ന്. അത് ഇതിന് മാത്രം ഉണ്ടോ ഇപ്പം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മാത്രം ഒന്നും ഇല്ല. പക്ഷെ എന്തിനാ പോലെ അങ്ങനെ കാട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്താ പറയുക, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ബുള്ളിങ് ആയില്ലേ കുട്ടികൾ. അത് ഇടുമ്പോൾ എന്നിട്ട് എൻ്റെ കയ്യിൽ കിട്ടണം പഠിച്ചോനെ.
എന്നിട്ടുണ്ടല്ലോ ഞാൻ കരഞ്ഞ്, ഏതായാലും ഞാൻ കരഞ്ഞ്. എന്നിട്ട് ഞാൻ അവിടെ ഹോസ്റ്റലില്ല ക്ലാസ്സിലെത്തി. എന്നിട്ട് ഞാൻ ക്ലാസ്സിലും കിടന്ന് കരയുക. അപ്പോൾ ടീച്ചറെ അടുത്ത് വന്നിട്ട് ചോദിച്ച്, ആ ടീച്ചർ നല്ല ടീച്ചറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ. ആ മുഖം ഓർമ്മയുണ്ട്, പേര് എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. എന്നിട്ട് ആ ടീച്ചർ ചോദിച്ച് എന്താ പറ്റിയെന്ന് ചോദിച്ചത്. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഓനൊക്കെ ഓൻ്റെ ക്ലാസ്സിലും കൂടി ക്ലാസ്സിലായത് നന്നായി, ടീച്ചർ ഓനെ അടിച്ചും തോന്നുന്നുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനെ കളിയാക്കി ഓളെ ബർത്ത്ഡേയും കൂടിയാണ് എന്നൊക്കെ പറഞ്ഞ ടീച്ചർ ഓനെ അടിച്ച് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയിട്ടോ. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം ഉണ്ടായി. ഞാൻ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്ത് ഞാൻ ഓടുക, അല്ല വണ്ടി വന്നപ്പോൾ ഞാൻ ഓടുന്ന സമയത്ത് ഗ്രൗണ്ട് ഞാൻ തെന്നി അടിച്ച് തീറ്റി വീണ് ഞാൻ. എന്നിട്ട് എന്താ പറയുക, ആരേലും വന്ന് രസിക്കുക അങ്ങനെ എടുത്തു പോക്കുക അങ്ങനത്തെ സെറ്റപ്പ് ഇല്ല. അവിടെ കുറച്ച് ആൾക്കാർ കളിക്കണ്ടേ, എല്ലാവരും എൻ്റെ ഇങ്ങനെ എന്നും പറഞ്ഞിട്ട് ചിരിക്കണേ ഞാൻ വീണ കണ്ടിട്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ കമ്മന്നടിച്ച് വീണിക്കുക. ഞാനിങ്ങനെ നോക്കി ഞാൻ എന്ത് ചെയ്യാൻ, ഒരുമാതിരി വൃത്തികെട്ട ഫീലിങ്ങിന് നീച്ച് പോയി കഴിഞ്ഞ് ഒരുമാതിരി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ ഓർത്തോർത്ത് പറയാം, കാരണം കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ട്. ഈ 23 വയസ്സിൽ 23 വർഷമല്ലേ, അതിലിപ്പോൾ 2 വർഷം 2 വർഷമൊന്നും എനിക്ക് തീരെ ഓർമ്മ ഉണ്ടാവില്ല. ഫസ്റ്റത്തെ ആ ഒരു ഞാൻ ജനിച്ചിട്ടല്ലേ ഉള്ളൂ, ആ ഒരു ഇതൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടല്ല. പിന്നെ പക്ഷെ അല്ലാണ്ട് എൻ്റെ മമ്മി പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലാണ്ട് എനിക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഇഷ്ടം പോലെ ഞാൻ ജീവിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു 3 വർഷം ഞാൻ ജീവിച്ചില്ലേ, എന്തൊക്കെ അനുഭവങ്ങളുണ്ടായി, അപ്പം എന്തൊക്കെ പറയാനുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഇനിയും ഇങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇപ്പം എനിക്കിതേ ഓർമ്മയുള്ളൂ ഗൈസ്. അപ്പോൾ ബൈ.